എല്ലാ സുഹൃത്തുക്കൾക്കും ലവ് സ്റ്റോറി യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നന്മകൾ ചെയ്തവർ മരിച്ചു പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നു. ഭൂമിയിൽ തിന്മകൾ ചെയ്തവർ മരിച്ചു പോകുമ്പോൾ നരകത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നവർ ആരെങ്കിലും അവിടെ പോയതിന് ശേഷം ഞാനിതാ ഇവിടെ സ്വർഗത്തിലാണ് നിൽക്കുന്നത്, നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? ഇവിടെ ജീവിക്കുവാൻ വളരെ മനോഹരമാണ്, വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, വളരെ മനോഹരവും സന്തോഷകരവുമായ ജീവിതമാണ് ഇവിടെ. ഞാനിതാ സ്വർഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളെല്ലാവരും കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്ത് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ പോയവർ ആരെങ്കിലും? അതേപോലെ നരകത്തിൽ പോയ വ്യക്തികൾ ഞാനിപ്പോൾ നരകത്തിലാണ് ജീവിക്കുന്നത്, ഇവിടെ വളരെ നരകമായ ജീവിതമാണ്, ആരും ഇങ്ങോട്ട് വരരുത് എന്ന് നിങ്ങളോട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ അവിടെ നിന്നും? അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? പിന്നെ മരിച്ചു പോകുമ്പോൾ നമ്മൾ ആകാശത്തിലേക്കാണ് പോകുന്നത്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. നന്മകൾ ചെയ്തവരെ സ്വർഗത്തിലേക്കും തിന്മകൾ ചെയ്തവരെ നരകത്തിലേക്കും അയക്കും എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? പഴയകാലത്തെ ആൾക്കാർ ഇന്നത്തെ പോലെ ബഡായി പറയുന്നവർ പഴയ കാലത്തും ഉണ്ടായിരുന്നു. അവർ കുറച്ച് ബഡായിയായി അവരുടെ ഭാവനയിൽ ഉണ്ടാക്കി വെച്ചു. ആ കാര്യങ്ങൾ ഇന്നും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. അല്ലാതെ മരിച്ചുപോയവരാരും അവിടെ നിന്ന് തിരിച്ചും വന്നിട്ടില്ല. ഞാൻ സ്വർഗത്തിലായിരുന്നു, അവിടെ ജീവിതം വളരെ മനോഹരവും സന്തോഷകരവുമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ നരകത്തിൽ പോയവനും ഇവിടെ തിരിച്ചു വന്നിട്ടാരും പറഞ്ഞിട്ടില്ല ഞാൻ നരകത്തിലായിരുന്നു, ഒരാളും അങ്ങോട്ട് പോകരുത്, അവിടെ നരകകരമായ ജീവിതമാണ് എന്നുള്ളത്. അതേപോലെയാണ് ആകാശത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. പക്ഷേ അതിൽ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണെങ്കിലും കുറച്ച് നക്ഷത്രങ്ങളെ എണ്ണിപ്പെറുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് ആകാശത്ത് ഇത്ര നക്ഷത്രങ്ങളുണ്ട് എന്നുള്ളതാണ്. അതേപോലെയാണ് ഇതും. ആകാശത്തിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിനും പറഞ്ഞ പോലെ പതിനായിരക്കണക്കിനും ഉണ്ട്. പക്ഷേ അതൊന്നും ആർക്കും എണ്ണി ചിട്ടപ്പെടുത്തുവാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് പറയുന്നതാണ് ഇത്ര നക്ഷത്രമുണ്ട് എന്നുള്ളത്. അതും മെയിനായിട്ടുള്ള കുറച്ച് നക്ഷത്രങ്ങളെ മാത്രം എണ്ണിപ്പെറുക്കിക്കൊണ്ട്. അതിൻ്റെ താഴെയും മോഡലുമായി പിന്നെയുമുണ്ട് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. ഇതെല്ലാം എണ്ണി ചിട്ടപ്പെടുത്താൻ ഒരു മനുഷ്യനും കഴിയില്ല. അപ്പോൾ അതേപോലെയാണ് ഈ കാര്യങ്ങളും പറയുന്നത്. വെറും ഒരു ഭാവനയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. നാട്ടുമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പറയുന്നത് ഓക്കെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നത് കറക്റ്റാകണമെന്നില്ല. ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആകാശത്തിൽ ഇത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന് പറയുന്നത് പിന്നെ നക്ഷത്രം കാണാനെങ്കിലും കഴിയുന്നുണ്ട്, എന്നിട്ട് നമ്മൾക്കൊരു വിശ്വാസം ഇത്ര എണ്ണം ഉണ്ട് എന്ന് പറയുമ്പോൾ. പക്ഷേ സ്വർഗത്തിൽ പോകുന്നു, നരകത്തിൽ പോകുന്നു എന്ന് പറയുന്നു. ഈ സ്വർഗത്തിലും നരകത്തിലും പോയവരാരും ഇവിടെ തിരിച്ചും വന്നിട്ടില്ല. അവിടെ പോയി വീഡിയോ കോൾ ചെയ്ത് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഞാനിതാ സ്വർഗത്തിൽ കഴിയുന്നു, ഞാനിതാ നരകത്തിൽ കഴിയുന്നു എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ കാര്യങ്ങൾ ആരും നമ്മളോട് അറിയിച്ചിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞ് അവിടെ നരകത്തിൽ കഠിനമായ ജീവിതമാണ്, സ്വർഗത്തിൽ വളരെ മനോഹരമായി സുഖിച്ചു കഴിയുകയാണ് എന്നൊക്കെ പറയുന്നത്? സുഖമാണോ ദുഃഖമാണോ എന്ന് പോയവരാരെങ്കിലും പറഞ്ഞാലാണ് നമ്മൾക്ക് പുറമെയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതിനായി ആരും പറഞ്ഞിട്ടുമില്ല, പോയവരാരും തിരികെ വന്നിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട് പറയുന്നു? ഭാവനയിൽ ഉണ്ടാക്കി പറയുന്നു. ജീവിച്ചിരിക്കുന്നവർ ഭൂമിയിൽ അതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഭാവനകളും പൊട്ടത്തരവും കേട്ടിട്ട് ആരും പറയാതിരിക്കുക. അപ്പോൾ വേറെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.